ഹായ്, എൻ്റെ പേര് നികിത. ഞാനിവിടെ അക്കാഡമിയസ് മീഡിയ ആൻഡ് ഡിസൈനിൽ VFX ആണ് കോഴ്സ് ചെയ്യുന്നത്. ഞാനിവിടെ ബെങ്കിയിലാണ് വന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വന്നതാണ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയായിരുന്നു. എല്ലാവരും ചൂസ് ചെയ്യുന്ന പോലെ മെഡിക്കൽ ഫീൽഡും എഞ്ചിനീയറിംഗ് ഫീൽഡും ഒന്നും ചൂസ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടും പിന്നെ ക്രിയേറ്റീവ് ഫീൽഡിൽ കുറച്ചൊക്കെ താല്പര്യമുള്ളതുകൊണ്ടും ഈ ഒരു VFX കോഴ്സിനെ പറ്റി അറിഞ്ഞപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അക്കാഡമി ഓഫ് മീഡിയ ആൻഡ് ഡിസൈനെ പറ്റി അറിയുന്നത്. അവർക്ക് തന്നെ കൊച്ചിയിലും ബ്രാഞ്ച് ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ഇവിടെ വന്ന് അന്വേഷിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കണ്ടേരം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇനി ഇവിടെ വന്ന് എന്താവും, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വരികയാണ്, എങ്ങനെയാവും, ജോലിയൊക്കെ ശരിയാവോ എന്നൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് മെയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഫാക്കൽറ്റീസൊക്കെ ആയിട്ട് സംസാരിച്ച് അവരെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഓക്കെ ആയി. പിന്നെ ആകെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും എന്നെ കഴിഞ്ഞും ഏജിൽ ഭയങ്കര മൂത്തതാണ്, എന്താവും എന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും നല്ലോണം ഫാക്കൽറ്റീസ് ആണെങ്കിലും കൂടെ ഉള്ളവരാണെങ്കിലും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വന്നതിനെ കഴിഞ്ഞും നന്നായിട്ട് എനിക്കിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ടെൻഷനൊന്നും ഇല്ലാണ്ട് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് ഇപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ മുന്നോട്ട് പോകുന്നു. സോ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഏത് ഫീൽഡിലേക്ക് ഇറങ്ങണം, ജോലി കിട്ടുമോ, നല്ല ജോലി ഉണ്ടാവുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് നടന്ന ഒരവസ്ഥയിലാണ് ഞാൻ AMD എത്തിയത്. സോ എന്നെപ്പോലെ ഇനിയും പ്ലസ് ടു കഴിഞ്ഞ് ടെൻഷനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്ന എല്ലാവർക്കും AMD ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. സോ താങ്ക് യു.